വി എസ് അച്യുതാനന്ദൻ്റെ 44-ാം വയസ്സിൽ 58 വർഷം മുൻപ് വി എസ് അച്യുതാനന്ദൻ്റെ ജീവിത സഖിയായി കൂടെ ചേർന്ന വസുമതി, മക്കൾ വി എ അരുൺകുമാർ, അതുപോലെ തന്നെ ഡോക്ടർ ആശ എന്നിവർ ഒക്കെ ഇതിന് സാക്ഷികളായി തൊട്ടടുത്തുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ വലിയ നിമിഷമാണ്. അതിനേക്കാൾ ഉപരി ഈ മലയാളം സംസാരിക്കുന്ന മലയാളിക്ക്, ഈ കേരളത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒക്കെ തന്നെ വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ കടന്നു പോകുന്നത്. ഔദ്യോഗികമായ ചടങ്ങുകൾ തുടങ്ങുകയാണ്. അന്ത്യാഭിവാദ്യം, ഈ നാടിന്റെ അന്ത്യാഭിവാദ്യം ഔദ്യോഗികമായി അർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇടവീഴാതെ പെയ്യുകയാണ് മഴ. തോരാമഴ കൊണ്ട് മനുഷ്യ മനസ്സുകൾ നിൽക്കുകയാണ്. വി എസ് അച്യുതാനന്ദൻ ഇതിഹാസം മടങ്ങുന്ന സമയത്ത് ഔദ്യോഗികമായ ചടങ്ങുകൾ നടക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് വി എസ് അച്യുതാനന്ദന് സേന. ഇതുപോലൊരു പോലീസ് സേനയാണ് വി എസ് അച്യുതാനന്ദനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയത്. കാലിൽ ഈ തോക്കിന്റെ അറ്റത്തുള്ള ബയണറ്റാണ് വി എസ് അച്യുതാനന്ദന്റെ പാദത്തിൽ കുത്തിയിറക്കിയത്. കടം പറയാതെ ഒരു കാലവും കടന്നു പോകുന്നില്ല എന്നതിന്റെ കാഴ്ച കൂടി നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അതേ പോലീസ് തോക്കുകൾ അദ്ദേഹത്തിന് മുന്നിൽ ആദരമർപ്പിച്ച് നിൽക്കുകയാണ്. മനുഷ്യന് വേണ്ടി പിറന്ന, മനുഷ്യന് വേണ്ടി ജീവിച്ച മനുഷ്യർക്ക് അങ്ങനെ കാലത്തിന് കടം ബാക്കി വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിന്റെ കാഴ്ച കൂടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ ദൃശ്യങ്ങളായി പതിയുകയാണ്. ഇവിടെ മറ്റു തരത്തിലുള്ള ചടങ്ങുകൾ ഒന്നുമില്ല. കുടുംബാംഗങ്ങൾ ഒക്കെ ഇവിടെ ഒരുപക്ഷെ വീട്ടിൽ എത്തിച്ച, വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ച നിമിഷത്തിലായിരിക്കണം കുടുംബാംഗങ്ങൾ, മക്കൾ ഒക്കെ അന്ത്യചുംബനം നൽകുന്നത് അടക്കമുള്ള ചടങ്ങുകൾ അവിടെ നടന്നിട്ടുണ്ടാവുക. അടിയന്തരാവസ്ഥക്കാലത്ത് വി എസ് അച്യുതാനന്ദനെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഭാര്യയ്ക്കും മക്കൾ അരുൺകുമാറിനും ആശയ്ക്കും ചുംബനം നൽകിയതിനെക്കുറിച്ച് വായിച്ചു. അവരാണ്, ആ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ നിർനിമേഷരായി ഈ ചരിത്ര നിമിഷത്തിൽ അവരും ഏറെ ദുഃഖാർത്തരായി. അവരെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഭാര്യ വസുമതി, മകൾ ഡോക്ടർ ആശ, അതുപോലെ തന്നെ മരുമകൾ രജനി ബാലചന്ദ്രൻ, മകൻ അരുൺകുമാർ, മരുമകൻ തങ്കരാജ്, മറ്റ് അടുത്ത ബന്ധുക്കൾ. ഈ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്നവരെല്ലാവരും ഈ ഒരു നിമിഷത്തിന് സാക്ഷിയായി നിൽക്കുകയാണ്. മാത്രമേ ഉള്ളൂ. വി എസ് ഇനിയില്ല എന്നാൽ സാധാരണക്കാരൻ്റെ ആശയസ്തമിച്ചവൻ്റെ പോരാട്ടങ്ങൾക്ക് ഒരു വലിയ പ്രതിരോധത്തിൻ്റെ കോട്ടയില്ലാതായി എന്നുള്ളതാണ്. പക്ഷേ ആ കോട്ട കെട്ടാൻ കരുത്തുള്ള കൈകൾ അനവധി ഉണ്ടാക്കിയിട്ടാണ് വി എസ് മടങ്ങുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന്
നിരന്തര സമരത്തിന്റെ പ്രതിരൂപമായി VS എന്നേ മാറിയിട്ടുണ്ട്. സഹനത്തിന്റെ അങ്ങേ അറ്റത്ത് സഹിച്ചു മടുത്ത് സമരത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒപ്പം ഇറുകെ ചുരുട്ടിയ മുഷ്ടിയുമായി VS എന്നും ചേർന്നു നിന്നിട്ടുണ്ട്. ആരുമില്ലാത്തവന്റെ പോരാട്ടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. VSന്റെ പോരാട്ടങ്ങളൊന്നും ഒരിക്കലും നിലച്ചുപോയിട്ടേയില്ല. കണ്ണേ കരളയെന്ന് നമ്മൾ മറ്റാരെയും വിളിച്ചിട്ടുമില്ല. ഇനിയും പുതിയ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇനിയും ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതേപോലെ തുടരും. പക്ഷേ VS അച്യുതാനന്ദൻ കാണിച്ചു തന്ന കമ്മ്യൂണിസ്റ്റ് രീതികൾ, VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, അത് VS അച്യുതാനന്ദനോടൊപ്പം അവസാനിക്കുകയാണ്. എന്തായിരുന്നു VS അച്യുതാനന്ദൻ മലയാളിക്ക് മുന്നിൽ കാണിച്ചു തന്നത്, ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്, അത് ആ കാലഘട്ടം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ജീവിച്ച കാലത്തിന്റെ നീതിയോടും മനുഷ്യാവകാശങ്ങളോടും മനുഷ്യാന്തസ്സിനോടും ജാഗ്രതപ്പെട്ടു നിന്ന ചരിത്രമാണ് ഓർമ്മയാകുന്നത്. VS എന്ന രണ്ടക്ഷരങ്ങളിലേക്ക് ചുരുക്കി എഴുതിയ വലിയ ആത്മധൈര്യമാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഓർമ്മയാകുന്നത്. എൻ്റെ എന്ന് നമ്മൾ അഭിമാനത്തോടെ, നമ്മുടേത് എന്ന് നമ്മൾ ആത്മവിശ്വാസത്തോടെ, നമ്മുടെ എല്ലാവരുടേതും എന്ന് നമ്മൾ അഭിമാനത്തോടെ എല്ലാ കാലവും ഹൃദയത്തോട് ചേർത്ത് വെച്ച ചരിത്രം നമ്മുടെ മുന്നിൽ മാഞ്ഞു പോവുകയാണ്. പക്ഷേ ഓർമ്മകൾക്ക് അവസാനമില്ല എന്ന് നമുക്ക് തെളിയിച്ചു തന്നത് VS തന്നെയാണ്.